ഹായ്, നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഡിസ്ഫങ്ഷനിങ് ആയിട്ടുള്ള ഫാമിലീസിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് ഡിസ്ഫങ്ഷനിങ് ആയിട്ടുള്ള ഫാമിലീസ് എന്ന് പറയുമ്പോഴേക്കും അൺഹീൽഡ് പീപ്പിൾ അല്ലെങ്കിൽ ബ്രോക്കൺ പീപ്പിൾ ഹൂ ആർ അൺഹീൽഡ് ആയിട്ടുള്ള ബ്രോക്കൺ പീപ്പിൾ നിന്നാണ് ഡിസ്ഫങ്ഷനിങ് ഫാമിലീസ് വരുന്നത്. കാരണം കുഞ്ഞുനാളിലെ പലതരത്തിലുള്ള തിക്താനുഭവങ്ങൾ, മേ ബി സ്നേഹം ലഭിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരുപാട് ശകാരങ്ങൾ, എപ്പോഴും കുറ്റം പറച്ചിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുക, അതല്ലെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ അവർ ഒബ്സർവ് ചെയ്തതും അവർ അഡാപ്റ്റ് ചെയ്തതുമായിട്ടുള്ള തെറ്റായ സ്വഭാവ രൂപീകരണങ്ങൾ, ഇതൊക്കെയാണ് ബ്രോക്കൺ അല്ലെങ്കിൽ അൺഹീൽഡ് ആയിട്ടുള്ള ആളുകളുടെ അവസ്ഥ. അപ്പോൾ ഇതിന് ഹീലിംഗ് കിട്ടിയാൽ മാത്രമേ ഇത് അടുത്ത ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കാതിരിക്കുള്ളൂ. അപ്പോൾ ഇതിന് ഹീലിംഗ് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് കുഞ്ഞുനാളിലെ സ്നേഹം കിട്ടിയിട്ടില്ല, അവർക്ക് നല്ലൊരു കരുതൽ കിട്ടിയിട്ടില്ല, ട്രസ്റ്റ് ഇല്ലാത്ത റിലേഷൻഷിപ്സ് ആയിരുന്നു, അവർക്ക് സേഫ്റ്റി ഫീൽ ചെയ്തിട്ടില്ല, വളരെയധികം പാരൻസിൽ നിന്ന് ഷൗട്ടിങ്ങും യെല്ലിങ്ങും അതേപോലെ വളരെ തിക്ത അനുഭവങ്ങളും ശകാരങ്ങളും ഒക്കെയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അതങ്ങനെ തന്നെ നെക്സ്റ്റ് ജനറേഷനിലേക്കും പാസ് ചെയ്യുമ്പോഴാണ് ഡിസ്ഫങ്ഷനിങ് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു പരിഹാരം എന്ന് വെച്ചാൽ, ഇപ്പോൾ ആ ഒരു പാരൻസ് ആണെങ്കിൽ അവരെ തന്നെ നന്നായിട്ട് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുക, സെൽഫ് അനലൈസ് ചെയ്യുക, സ്വയം തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. എവിടെയാണ് എനിക്ക് ഉള്ള ആന്തരിക മുറിവുകൾ, എവിടെയാണ് എനിക്ക് ട്രിഗേർഡ് ആവുന്നത്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഞാൻ തകർന്നു പോകുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി അവർ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ അത് അവർക്ക് ഒരു ഹീലിംഗ് ആവുമെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അതിലും വളരെ വളരെ വലിയ കാര്യമാണ് ഇത് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവർ ഹെൽപ്ലെസ് ആണ്, അവർ നിസ്സഹായരാണ്, അവർ നിഷ്കളങ്കരാണ്, അവർ നിരപരാധികളാണ്. അപ്പോൾ അവരൊരു വൈറ്റ് ബോർഡ് പോലെയാണ്. അപ്പോൾ പാരൻസ് അതാണ് ആ വൈറ്റ് ബോർഡിൽ കുഞ്ഞ് ഏജിൽ തന്നെ എഴുതപ്പെടുന്നത്, അവരുടെ പ്രോഗ്രാമിങ് ആയി മാറുന്നത് അതാണ്. അപ്പോൾ പാരൻസിൻ്റെ വലിയ റെസ്പോൺസിബിലിറ്റിയാണ് അവരെ തന്നെ സെൽഫ് ഹീൽ ചെയ്യുക എന്നുള്ളത്. കാരണം അങ്ങനെ സെൽഫ് ഹീൽ ചെയ്തില്ലെങ്കിൽ അത് നെക്സ്റ്റ് ജനറേഷനിലേക്കും ആ ഒരു ട്രോമ, അതായത് ജനറേഷണൽ ട്രോമ എന്ന് പറഞ്ഞാൽ കാരണം ഈ ഒരു ജനറേഷനിലുള്ള ട്രോമ ഹീൽ ചെയ്യപ്പെടാത്തത് കൊണ്ടിട്ട് തന്നെ അടുത്ത ജനറേഷനിലേക്കും അത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ വെൻ പാരൻസ് ആർ ഗെറ്റിംഗ് ഹീൽഡ്, ദാറ്റ് ക്രിയേറ്റ്സ് ഹീൽഡ് ചിൽഡ്രൻസ്, അതായത് സൗഖ്യമുള്ള, നല്ല സ്നേഹമുള്ള, സമാധാനമുള്ള, സന്തോഷിക്കുന്ന, ഹാപ്പി ആയിട്ടുള്ള, ജോയ്ഫുള്ളായിട്ടുള്ള കുഞ്ഞുങ്ങൾ ആ ഫാമിലിയിലുണ്ടാവും. അത് ഒരു ഡിസ്ഫങ്ഷനിങ് ഫാമിലി അല്ല, നല്ല പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന, നല്ല സമാധാനമുള്ള, സ്നേഹം നിറഞ്ഞ, നല്ല ബോണ്ടിങ് ഉള്ള നല്ല ഫാമിലീസ് ഉണ്ടാവാനായിട്ട് കാരണമാവുന്നതാണ്. താങ്ക് യു.